വീണയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. നടപടി നീണ്ടത് 8 മണിക്കൂറോളം. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ വീണ വിജയന്റെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ അവസാനിച്ചു. 8 മണിക്കൂറിലധികം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം വീണ കൊച്ചിയിലെ ED ഓഫീസിൽ നിന്നും മടങ്ങി. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചില്ല. കഴിഞ്ഞ ദിവസം രാവിലെ 10:30 ഭർത്താവും MLAയുമായ PA മുഹമ്മദ് റിയാസിനൊപ്പമാണ് വീണ ED ഓഫീസിൽ ഹാജരായത്. 11 മണിയോടെയായിരുന്നു ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. നേരത്തെ ജൂൺ 12 ഹാജരാകാൻ ED നിർദ്ദേശിച്ചിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വീണ എത്തിയിരുന്നില്ല. രേഖകൾ അഭിഭാഷകർ വഴി ഹാജരാക്കണമെന്ന വീണയുടെ നിർദ്ദേശം തള്ളിയ ED നേരിട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട പുതിയ സമൻസ് നൽകുകയായിരുന്നു. കരിമണൽ കമ്പനിയായ CMRLൽ നിന്ന് എന്തിനാണ് പണം ലഭിച്ചതെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ സഹിതം ഹാജരാകാനാണ് വീണയോട് ED ആവശ്യപ്പെട്ടിരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് CMRL ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ എസ് കർത്ത, ഡയറക്ടർ ജയ എസ് കർത്ത എന്നിവരെ കഴിഞ്ഞ ചൊവ്വാഴ്ച ED ചോദ്യം ചെയ്തിരുന്നു. കഴിഞ്ഞ 15 വർഷത്തെ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ അവർ EDക്ക് മുൻപാകെ ഹാജരാക്കിയതാണ് വിവരം. 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷം വീണ മടങ്ങിയെങ്കിലും വരും ദിവസങ്ങളിലും കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നാണ് സൂചന.